പ്രായോഗികതകളുടെ പൂരപ്പറമ്പ്. നമ്മുടെ ഓരോ ഉത്സവകാലവും ആനകളുടെ പീഡനത്തിന്റെ പൂരക്കാലം കൂടിയാണ്. ന്യൂസ് പാനിന്റെ പുതിയ എപ്പിസോഡിലൂടെ നിരാശപ്പെടുത്തുന്ന ചില പൂര വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോകുന്നു. ഉത്സവപ്പറമ്പുകളുടെ കോലാഹലങ്ങളിലേക്കും കൊടും ചൂടിലേക്കും ആനകളെ അണിനിരത്തുമ്പോൾ ഉണ്ടാകാനേറെ സാധ്യതയുള്ള അപകടങ്ങളെ അനുഭവങ്ങളുടെ പൊള്ളുന്ന വെളിച്ചത്തിൽ വിലയിരുത്തിയിട്ടാവണം തൃശൂർ പൂരത്തിന് മുന്നോടിയായി ചില പുതിയ മാർഗനിർദ്ദേശങ്ങൾ വനം മൃഗസംരക്ഷണ വകുപ്പുകളുടെ മുൻകൈയിൽ പുറപ്പെടുവിക്കപ്പെട്ടത്. ഉത്സവത്തിന് ഒത്തുകൂടുന്ന പുരുഷാരവും ആനകളും തമ്മിൽ 50 മീറ്റർ ദൂരം, ആനകളുടെ സാന്നിധ്യത്തിൽ നടത്താവുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ എന്നിവ നിർദ്ദേശിക്കപ്പെട്ടു. ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുന്ന ആനകൾക്ക് വനം വകുപ്പ് മൃഗഡോക്ടർമാർ നൽകുന്ന പുതിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം എന്നതും ഉത്തരവായി പുറത്തിറങ്ങി. ഇങ്ങനെ ചെയ്തതിന്റെ ശാസ്ത്രീയ അടിത്തറയും സർക്കാർ തലത്തിൽ വിശദീകരിക്കപ്പെട്ടു. ഉത്സവപ്പറമ്പുകളിൽ സഹികെട്ട ആനകൾ ഇടയുന്നതും ജീവനും സ്വത്തുക്കൾക്കുമൊക്കെ നാശം സംഭവിക്കുമ്പോൾ ആഘോഷ കമ്മിറ്റിക്കാർ ഉൾപ്പെടെ എല്ലാവരും ആവശ്യപ്പെടുന്നത് അടിയന്തരമായ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലും നഷ്ടപരിഹാര വിതരണവും ഒക്കെയാണ്. ആനകളെ കൈകാര്യം ചെയ്തതിലെ പിഴവ് മൂലം 100 കണക്കിന് മനുഷ്യജീവനുകളാണ് കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ ഇതിനോടകം പൊലിഞ്ഞത്. ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മൃഗങ്ങളുടേതുൾപ്പെടെയുള്ള ജീവനും സ്വത്തുക്കൾക്കും കഴിയുന്നത്ര സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയും അവകാശവുമുണ്ട് എന്നത് ഇത്തരം നടപടികളെ സാധൂകരിക്കുകയും ചെയ്യുന്നു. പ്രായോഗികതയുടെ പേരിലാണ് എല്ലാ പ്രതിവാദങ്ങളും ഉന്നയിക്കപ്പെട്ടത്. ശരിയാണ്, ഏറ്റവും അലക്ഷ്യമായതും ചിലവ് കുറഞ്ഞതുമൊക്കെയാണ് മിക്കപ്പോഴും പ്രായോഗികം. പക്ഷേ നല്ല മാറ്റങ്ങൾ വരുന്നതും സമൂഹം പുരോഗമിക്കുന്നതും കേവലം പ്രായോഗികതയ്ക്കപ്പുറത്തേക്ക് പോയി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആരെങ്കിലും ഒക്കെ തയ്യാറാകുമ്പോഴാണ്. പക്ഷെ ഇവിടെയും വിജയിച്ചത് ഉത്തരവാദിത്വമില്ലായ്മയും കേവലം പ്രായോഗികതയും ഒക്കെ തന്നെയാണ്. മേലുത്തരവിലെ ഓരോ നിർദ്ദേശത്തിലും വെള്ളം ചേർക്കപ്പെടുന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദൂരപരിധിയും കരിമരുന്ന് പ്രയോഗത്തിന്റെ ശക്തിയും എല്ലാം പഴയപടിയായി. ആനകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലെന്ന് മന്ത്രി നേരിട്ടറിയിച്ചു. ആനകൾക്ക് വോട്ടവകാശമില്ലാത്തതും അവറ്റകൾക്ക് അപ്പീലിന് പോകാൻ കഴിയാത്തതും മനുഷ്യൻ വീണ്ടും മുതലാക്കി. പ്രായോഗികതയുടെ മറ്റൊരു ഹ്യൂമൻ വേർഷനാണ് കാടിറങ്ങേണ്ടി വരുന്ന സ്വകാര്യ സ്വത്തല്ലാത്ത ആനകളെ കൊന്നൊടുക്കണമെന്നു പറയുന്ന ധനവും സ്വാധീനവുമുള്ള മനുഷ്യൻ സ്വീകരിച്ചു വരുന്നത്. മൃഗങ്ങളുടെ കാടിനെ ചൂഷണം ചെയ്യുന്നതും അവിടേക്ക് കടന്നുകയറി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നത് കയ്യൂക്കുള്ള മനുഷ്യരുടെ പ്രായോഗികത. തുടർന്ന് സംഭവിക്കുന്ന ഒരു ദുരന്തത്തിന്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതെ സർക്കാരിന്റെ അഥവാ പാവം പൊതുജനത്തിന്റെ മേൽ എല്ലാം കെട്ടിവെക്കുന്നത് മറ്റൊരു പ്രായോഗികത. മനുഷ്യന്റെ കുടിലതന്ത്രങ്ങളുടെ ശക്തിക്ക് മുന്നിൽ കാടിന്റെ ആനയുടെയൊക്കെ ശക്തി എത്ര നിസ്സാരം. പ്രായോഗികതകളുടെ പൂരപ്പറമ്പിൽ നിലവിലുള്ള നിയമങ്ങളും ഒഴുകിപ്പോകുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുടെ പുനർവായനയുമായി ന്യൂസ് ബാൻഡിലൂടെ വീണ്ടും കാണാം. ഞാൻ ഗോപിക സുനിൽ. ബൈ.